यस हेलो चो हाय नमस्ते कैसे हैं आप सब वेरी गुड इवनिंग सबके लिए तो आज हम देखने वाला है നമ്മൾ പ്ലസ് 1 കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പ്ലസ് 1 നമ്മൾ പഠിക്കാനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ സമ്മറിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഒക്കെ ഈസി സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ പ്ലസ് 1 പഠിച്ചു തുടങ്ങാത്തവർക്കും എന്താണ് പ്ലസ് 1 ചാപ്റ്റേഴ്സ് ഉള്ളത് പോലും അറിയാത്തവർക്കും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ്. സോ ഈ ഒരു ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ठीक है बच्चों, सो फटाफट ചാപ്റ്റർ के चलते हैं. നമുക്ക് നേരെ എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പ്ലസ് 1 വരാൻ പോകുന്ന ആനുവൽ എക്സാമിൽ ഒരു A+ലേക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് പ്ലസ് 1 ഹിന്ദിയിൽ നേടാൻ സാധിക്കുന്നതാണ്. സോ അതിനു മുമ്പായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഈസി സമ്മറി നമ്മൾ നോക്കുവാണ്. സോ മോഡൽ എക്സാമിന് നമ്മൾ കണ്ടതാണല്ലേ, മോഡൽ എക്സാമിന് ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ കണ്ടതായിരുന്നു. ഇതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന്റെ നാളത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓൾറെഡി അറിയാം. യു നോ ദ ഫ്രെയിം റൈറ്റ്, ഐ ഓൾവേസ് യൂസ് ടു പ്ലേസ് ദിസ് ഫ്രെയിം. സോ യു നോ ദ ഫ്രെയിം, ഐ വിൽ മേക്ക് ഇറ്റ് ടുമോറോ. സോ നാളത്തെ ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ഫ്രെയിം നാളെ സെറ്റ് ചെയ്യാവുന്നതാണ്. റെഡി അല്ലേ? സോ അതിന്റെ കൂടെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, പ്ലസ് 2ലേക്ക് നമ്മൾ പ്ലസ് 2ലേക്ക് കടക്കാൻ പോക്കായി. പ്ലസ് 1 എക്സാം ഇതിലൂടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. നേരെ നമ്മൾ പ്ലസ് 2ലേക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. പ്ലസ് 2ൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, സെയിം എജുപോണിന്റെ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. 2026-27 ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഏപ്രിൽ 8-ാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴേ നല്ല പഠിച്ചോളൂ. പ്ലസ് 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ എന്താണ് തീക്ഷ്ണമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടെ തീവ്രമായിട്ട് നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്ലസ് 2ൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതിനാണ്. സോ പ്ലസ് 2 എക്സാം നല്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സയൻസ് ആണെങ്കിൽ നീറ്റിലേക്കും ജെയിലേക്കും അതുപോലെ തന്നെ CUT ഒക്കെ എഴുതിയിട്ട് എല്ലാവർക്കും എല്ലാ സ്ട്രീമിലുള്ളവർക്കും CUT ഒക്കെ എഴുതിയിട്ട് പുറത്തു പോയിട്ട് പഠിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലസ് 2 നിങ്ങളുടെ ഇപ്പോഴേ നിങ്ങൾ എന്താണ് ഈ സൂപ്പർ ബാച്ചിന്റെ ഭാഗമാകാം. പ്ലസ് 2 സൂപ്പർ ബാച്ചിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഏപ്രിൽ 8-നാണ് ആദ്യത്തെ അഡ്മിഷൻ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കാണുന്നതാണ്. सो എല്ലാവരും फटाफट इस लाइव को लाइक करो, अपने दोस्तों के साथ शेयर करो. अभी तक लाइक नहीं किया है कमेंट बॉक्स में फायर लगा दो. റെഡി ബച്ചോ? ठीक है. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നമ്മുടെ ഏതാണ് വരുന്നത്, ആദ്യം നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ആരുടെ ആയിരുന്നു? അനുതാപ് ആയിരുന്നു അല്ലെ. സുഹേഷ് സാഹിനി എഴുതിയിട്ടുള്ള ലഘു കഥയായിട്ടുള്ള അനുതാപാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ എവിടെ പോയി കവിതയിലേക്ക് പോയി. ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ജയശങ്കർ പ്രസാദ്. ഛായാവാദിലെ ജയശങ്കർ പ്രസാദ് എഴുതിയിട്ടുള്ള ഏതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു? മധുരദു എന്ന ഒരു ഛായാവാദി കവിതയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഛായാവാദം എന്ന് വെച്ചാൽ എന്താണ്? റൊമാൻറ്റിസമാണ്. ഹിന്ദിയിലെ റൊമാൻറ്റിസമാണ് ഛായാവാദം എന്ന് പറയുന്നത്. സോ വളരെ പതുക്കെ വളരെ കാമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ലഘുകഥയാണ്. നമ്മൾ പഠിച്ച ലഘുകഥയാണ്. ആരാണ് എഴുതിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സുകേഷ് സാഹിനിയാണ്. സുകേഷ് സാഹിനി, SS അനുതാപ് എഴുതാറാണ് SS സുകേഷ് സാഹിനിയാണ്. അതിനുശേഷം നേരെ നമ്മൾ വന്നു ജയശങ്കർ പ്രസാദ് ആണ്, JP ആണ്. മധുരദി എഴുതാറാണ് JP ആണ്, JP. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചാണ് ലെറ്റർ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന RTI എന്ന് പറയുന്നല്ലേ, അതെന്താണ്? യെസ് ഹം ജോ സീക്കാ ഹെ റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചതാണ് RTI 2005 ആണ്. ഓക്കെ, അധികാർ അധിനിയം 2005, സൂചന അധികാർ അധിനിയം 2005 നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഗവൺമെന്റിനോട്, നമ്മളെ റൂൾ ചെയ്യുന്ന ആ ഭരണകൂടത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പൗരനായിട്ട്, ഉത്തമ പൗരനായിട്ട് ഭാരതത്തിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ആ നീതിയെ പുലർത്തേണ്ട ആൾക്കാർ തന്നെ ആ നീതി എത്രമാത്രം അനിവാര്യമാക്കുന്നു, അത് എത്രമാത്രം ജനങ്ങളിൽ എത്തിക്കുന്നു എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് തന്നെ നമുക്ക് ചോദ്യം ഉയർത്താനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ 2005 ആ ഒരു ആക്ടിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ സാർവജനിക സൂചന അധികാരിക്ക് ഒരു പത്ര, ഓക്കെ, പബ്ലിക് സെക്ടറിൽ ഇരിക്കുന്ന ആ ഒരു സാർവജനിക സൂചന അധികാരിക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ലെറ്റർ എഴുതി അയക്കാൻ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ കണ്ടു തന്നെയാണ്. അരക്കൊല്ല പരീക്ഷക്കായാലും നമ്മൾ കണ്ടതാണ്, മോഡൽ എക്സാമിനായാലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ ക്ലിയർ അല്ലടാ? അതിനുശേഷം നാട്യരൂപാന്തരം അല്ലെ, ജുലൂസ് എന്ന നമ്മൾ അവിടെ ക്യാരക്ടർ സ്കെച്ച് മാത്രമാണ് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടർ സ്കെച്ചാണ് ജുലൂസിൽ വരുന്ന സമയത്ത്. ചിത്ര മുദ്ഗൽ എഴുതിയ നാട്യരൂപാന്തരമാണ് ഏത്? ജുലൂസ് എന്ന് പറയുന്നത്. ജുലൂസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ആ ഒരു സമരമാണ്, ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് ജുലൂസ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കൂട്ടം ആൾക്കാർ, ആ സമരത്തിനെയാണ് ജുലൂസ് എന്ന് പറയുന്നത്. ആ സമരത്തിൽ നയിക്കുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ജുലൂസ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആരൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ പറയാം, ഇബ്രാഹിം അലിയാണ്. അതുപോലെ തന്നെ ആരാണ്? ഒരു ജല്ലാദായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ബീർബൽ സിംഗുമാണ് അവിടുത്തെ
ഇവിടുത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? കൺസെപ്റ്റ് റെഡി അല്ലേ? ഇനി നേരെ പോവാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ദോഹയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ദോഹ ആരൊക്കെയാണ്? കബീർദാസിന്റെ ഒരു 5 ദോഹയാണ് നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. റെഡി അല്ലേ? ദോഹ തോ ഹംകോ പത്താ ഹൈ. ദോഹ എന്ന് പറയുന്ന ചെറിയ വരികളിൽ വലിയ ആശയം, ചോട്ടെ പങ്ക്തിയോമേ ബടാ ആശയം ആണ്. ചെറിയ വരികളിൽ വലിയൊരു ആശയം, സമൂഹത്തിൽ വലിയൊരു പരിവർത്തനമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കബീർദാസിന്റെ ദോഹ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് റെഡി അല്ലേ? അടുത്ത നമ്മൾ ഫിലിം സമീക്ഷയാണ്. ഒരു ഫിലിമിന്റെ ഒരു സമീക്ഷയിലേക്ക് പോകുന്നതാണ് നമ്മൾ പഠിച്ചത്. കണ്ടൊരു സിനിമയെ അതിനെ റിവ്യൂ ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക. കാരണം ക്രിറ്റിസിസം ആണ് ഈ ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ക്രിറ്റിസിസം ആണ് ഒരു ഫിലിം, നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ക്രിറ്റിസിസം ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലടാ? അതിനുശേഷം വന്നു സമ്പാദികയാണ്. സമ്പാദിക എന്ന് പറയുന്നത് എന്താ? സമ്പാദിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വലിയൊരു വരുന്നില്ല, എഡിറ്റോറിയൽ വരുന്നതല്ല അത്ര. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആപ്കി ആവാസ് എന്നതിലൂടെ ഒരു എഡിറ്റോറിയൽ ആണ്, അത് വേണ്ട. ഓക്കെ, അടുത്ത കവിതയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാന്ദ് ഔർ കവി എന്ന് പറയുന്നത്. ചാന്ദ് ഔർ കവി എന്ന് പറയുന്നത് രാംധാരി സിംഗ് ദിനകറിന്റെ ആ ഒരു പ്രഗതിശീല കവിതയിൽ വരുന്നതാണ്. കുറച്ചുകൂടി ഒരു മാറ്റത്തിലേക്ക്, ഓക്കെ, പ്രഗതിശീലത എന്ന് പറയുന്ന ആ ഒരു സയൻസിന്റെ ഒരു പുരോഗമന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഒരു പുരോഗമനത്തിലേക്ക് നയിക്കുന്ന പുതിയ ചിന്തയുടെ ഭാഗമാകുന്ന ആ ഒരു രാംധാരി സിംഗ് ദിനകറിന്റെ ചാന്ദ് ഔർ കവിയാണ്. ചാന്ദ് ഔർ കവിയിൽ നമ്മൾ കണ്ടതല്ലേ? ചന്ദ്രൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചന്ദ്രൻ എന്താണ്? മനുഷ്യൻ എന്താണ്? ക്യാ അജീബ് സാ ജാൻവർ ഹൈ, അജീബ് സാ ജീവ് ഹൈ, ക്യാ ഹൈ? അബ് खुद उलझने बनाकर उसमें फंस जाता है ना, उसमें ठांग कर जीते हैं. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ തന്നെ അസ്വസ്ഥനായി ജീവിക്കുന്ന മനുഷ്യരെ കളിയാക്കുന്ന ചന്ദ്രനോട് കവിയുടെ രാഗിണി പറയാണ്, മേരാ ജോ സപ്നെ ऐसे पानी के बुलबुल जैसा नहीं है, വെള്ളത്തിലെ മുകുള പോലെയല്ല എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന രാംധാരി സിംഗ് ദിനകറിന്റെ ഒരു കവിതയിൽ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ പണ്ടത്തെ മാറ്റങ്ങൾ എതിർക്കുന്ന മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കവിതയിലൂടെ എതിർക്കുന്നത്. നമ്മൾക്കറിയാം കവിയെ ഒരു എന്താണ് സിമിലി പോലെ ഉപമിച്ചതാണ്. ഓക്കെ, ഒരു ഉപമിച്ചാണ് ചന്ദ്രനെ എന്താണ് ഒരു ഇന്നത്തെ സമൂഹത്തിലുള്ള ജനങ്ങളിൽ തന്നെ ആൾക്കാർ എന്താണ് മാറ്റത്തെ എതിർക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. മാറ്റങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മുടെ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പഴമയിൽ തന്നെ മതി, എന്തിനാണ് പുതിയതൊക്കെ, നമ്മൾ ഇതുപോലെ തന്നെ ജീവിച്ചാൽ ഇതുവരെ ജീവിച്ചില്ല, ഇനി എന്തിനാ മാറ്റങ്ങൾ? ആ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ എതിർക്കുന്ന ആ ഒരു ജനതയാണ്, ആ ഒരു കൂട്ടത്തെയാണ് രാംധാരി സിംഗ് ഈ ഒരു കവിതയിലൂടെ എന്ത് ചെയ്യുന്നത്? അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു ചേതാവനി എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ കവിതയിലൂടെ അങ്ങനത്തെ ജനങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. സോ ആ ഒരു പുതിയൊരു പുരോഗമന ചിന്താഗതിയെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള രാംധാരി സിംഗ് ദിനकर जो एक प्रगतिशीलवाद के जो कवि होते हैं, इनकी जो एक प्रगतिशीलता इनकी जो कविता के अंदर हम देख सकते हैं. रेडी? ठीक है बच्चों? യെസ്, പുരോഗമന ചിന്താഗതിയാണ് പ്രഗതിശീലത എന്ന് പറയുന്നത്. സയൻസിന്റെ ആയാലും മാറ്റങ്ങളെയാണ് നമ്മൾ പറയുന്നത്. പുതിയ മാറ്റങ്ങൾ, പുതിയ ലോകത്തിലേക്ക് വരുന്ന സമയത്ത് പുതിയ കാര്യങ്ങളും ഇന്നോവേഷനും ഒക്കെ, ടെക്നിക്കൽ ആയാലും ഇന്നോവേഷൻ ആയാലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം മനുഷ്യരാണ് അല്ലെ, മനുഷ്യർ എന്ന് പറയുന്നത് ചിന്താശേഷിയിലൂടെയും അതുപോലെ ആ നൈസർഗികതയുടെയൊക്കെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടമാണ്. പക്ഷേ ചില ആൾക്കാർ എന്താണത് വേണ്ട, ഇത് മതി എന്ന് വിചാരിക്കുന്നതിനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? രാംധാരി സിംഗ് ദിനകർജി അദ്ദേഹത്തിന്റെ കവിതയുടെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള വരികളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കൺസെപ്റ്റ് റെഡി അല്ലേ? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേടിക്കേണ്ട, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. ആ കവിതയുടെ ആസ്വാദന ടിപ്പണിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ടെൻഷൻ അടിക്കേണ്ട. ടീക്ക് വെച്ചോ. പിന്നെ ശബ്ദാർത്ഥം അവിടെ വരുന്നുണ്ട്, പിന്നെ കഴിഞ്ഞു. നേരെ മൂന്നാമത്തെ ഹം ജോ സീഖ് ലിയാ ജാൻ പെഹച്ചാൻ ആണ്. ഐഡന്റിറ്റിയെ കുറിച്ച് വരുമ്പോഴാണ് എവിടാണ് ആനന്ദ് കി ജോ ഫുൾച്ചടി ഹോത്താ ഹൈ, സ്പാർക്കിൾസ് ഹോത്താ ഹൈ, ആനന്ദ് കി ജോ ഫുൾച്ചടിയാ. ഓക്കെ, ആനന്ദ് കി ഫുൾച്ചടി എന്ന് പറയുന്നതിൽ 5 ഘടനയാണ് പറയുന്നത്. 5 ഘടനയും നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പഠിക്കാൻ പോക്കാണ്. ഒന്ന് റീകോൾ ചെയ്തേക്കാം. ഏതൊക്കെയാണ് 5 ഘടന? ഏതൊക്കെയാണ് 5 ഘടന നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒന്നാമത്തെ ഘടനയാണ്. ഒന്നാമത്തെ ഘടന എന്ന് പറയുന്നത് ഏതിലായിരുന്നു? ഒരു വൃദ്ധനായ വ്യക്തി. ആംഖി ഘുട്ടിലാം ബോ രഹേ थे तब एक नौजवान आके पूछा क्या कर रहे बाबूजी? അന്നേരം നൗജവാൻ പറയൂ എന്താണ് ക്യാ ബോൾ റേ, അന്നേരം എന്താണ് നൗജവാൻ പറയും എന്താണ് ചെയ്യുന്നത് ബാബുജി? അപ്പൊ എന്താണ് ഇയാൾ പറയും ഞാൻ എന്ത് ചെയ്തു? ആംഖി ഘുട്ടിലാൻ പോരെ, ഞാൻ എന്തിനാണ് ഇത്? അവിടെയാണ് നിസ്വാർത്ഥ സേവ. സമൂഹത്തിൽ നിസ്വാർത്ഥമായിട്ടുള്ള സേവയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഞാൻ ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറയുന്നതാണ്. ജസ്റ്റ് ഇതുപോലത്തെ ഒരു 5 ഇൻസിഡൻസ് ഉണ്ട്. 5 ഇൻസിഡൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇവിടെ ചോദിക്കാൻ സമീക്ഷ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലും സംക്ഷേപണമാണ്. ഓക്കെ, സമീക്ഷ പോലത്തെ ഒരു റിവ്യൂ അല്ല, മറിച്ച് ഒരു സംക്ഷേപണമാണ്. ഒരു പ്രിസൈസ് റൈറ്റിംഗിലേക്ക് ഇവിടെ ചാൻസ് ഉണ്ട്, ഒരു കോൺവെർസേഷൻ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇവിടെ വളരെ പ്രോബബിലിറ്റി കൂടിയൊരു ചാപ്റ്റർ തന്നെയാണ് ആനന്ദ് കി ഫുൾച്ചടിയ എന്ന് പറയുന്ന നമ്മുടെ അനന്ത് ഗോപാൽ ഷേവ്ഡജിയുടെ ഈ ഒരു നിബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നിബന്ധം നമ്മൾ പഠിച്ചിരിക്കും. ഈ ഒരു എസ്സെ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആരാണ് എഴുതിയത്? അനന്ത് ഗോപാൽ ഷേവ്ഡയാണ് എഴുതിയിട്ടുള്ളത്. ഏതാണ്? ആനന്ദ് കി ഫുൾച്ചടിയ. ഓക്കെ അല്ലേ? ഓദർ മനസ്സിലായില്ലേ? ओके, कविता ഏതാണ്? പിന്നെ വരുന്നതാണ് പത്ഥർ की बेंच എന്ന് പറഞ്ഞിട്ടുള്ള ചന്ദ്രകാന്ത് ദേവദാലെ. ഓക്കെ, आज भी जो पत्थर की बेंच की जो सिलसिला है ना, वो सिलसिला क्या है? खून की जो सिलसिला होने वाला है എന്ന രീതിയിൽ അതിലൂടെ അദ്ദേഹത്തിന്റെ ഒരു പേടിയോടെ സൂചിപ്പിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു യെസ്, ഹം സമझ सकते हैं പത്ഥർ की बेंच എന്ന് പറയുന്നത് ഒരു സാർവജനികമായിട്ടുള്ള, ഒരു പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ ചിലവരൊക്കെ അതിനെ തന്റെ അധീനതയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമൂഹത്തിൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ അത്താണികളാണ്. ആരൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് പഴമേ. കാരണം യാത്രയുടെ സമയത്തൊക്കെ ക്ഷീണം മാറ്റാനും ഒക്കെ
നോക്കി ഒരു ഇരിക്കാനും ഒരു സഹായത്തിന് ഒരു സപ്പോർട്ടിനൊക്കെ പണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് മധ്യകാലീന സമയത്തൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ ഇന്ന് ചിലർ അവരുടെ അധീനതയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പത്രക്ക് ബെഞ്ചിനെ അത് സ്വായത്തമാക്കുന്ന എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പത്രക്ക് ബെഞ്ച് എന്ന കവിതയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പത്രക്ക് ബെഞ്ചിന്റെ 4 ഇൻസിഡന്റ് ഉണ്ട്. ഒരു ചെറിയ കുട്ടി, ഒരു നവജവാൻ, ഒരു വൃദ്ധനായ ആള്, അതുപോലെ തന്നെ ഒരു പ്രേമിക. ഈ ഒരു 4 ഇൻസിഡന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. കൺസെപ്റ്റ് റെഡിയുള്ള, ഈസി അല്ലേ? ഇനി നേരെ അടുത്തേക്ക് പോകാം. പലതവണ നമ്മൾ പഠിച്ചതാ പത്രക്ക് ബെഞ്ചൊക്കെ, പലതവണ നമ്മൾ പഠിച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു കവിത നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ചന്ദ്രകാന്ത് ദേവദാലെ എഴുതിയിട്ടുള്ള പത്രക്ക് ബെഞ്ചാണ്. ചന്ദ്രകാന്ത് ദേവദാലെ CD, ഓക്കെ, ചന്ദ്രകാന്ത് ദേവദാലെ CD, പത്രക്ക് ബെഞ്ച് CDP, ഓക്കെ. കണക്ട് കറോ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ചന്ദ്രകാന്ത് ദേവദാലെ പത്രക്ക് ബെഞ്ച് PKB, ഓക്കെ. സോ പത്രക്ക് ബെഞ്ച് അങ്ങനെ എന്തൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ നേരെ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ തിയറി പലതവണ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നിന്ന് നേരെ മലയാളത്തിലേക്ക് മാറ്റിയിട്ട് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് മാറ്റുക. ഇംഗ്ലീഷ് ടു ഹിന്ദി ചെയ്യാതെ ഇംഗ്ലീഷിൽ നിന്ന് നേരെ അതിനെ മലയാളത്തിൽ മനസ്സിലാക്കുന്നു, മലയാളത്തിനെ നേരെ എന്ത് ചെയ്യുന്നു, ഹിന്ദിയിലേക്ക് മാറ്റുന്നു. അവിടെ ട്രാൻസ്ലേഷൻ 6 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് കഹാനി എന്നാണ്, ദുഃഖാണ്, ദുഃഖ കഹാനിയാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് യശ്പാൽജി പറയുന്നു. യശ്പാൽജി എന്താണ് പറയുന്നത്? ദുഃഖം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖമല്ല, യഥാർത്ഥത്തിൽ ദുഃഖം. ഓക്കെ, ഈ ഒരു अमीर और जो गरीब के बीच में हुए जो होते हैं ना, अमीर और गरीब के बीच में होते जो क्या होते हैं, जो संघर्ष होते हैं, अमीर और गरीब के बीच में जो फर्क होते हैं समाज में मौजूद, സമൂഹത്തിലുള്ള ആ പണക്കാരും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. മറിച്ച് അമീർ പണക്കാരെ ആൾക്കാരെന്ന് വിചാരിക്കുന്നത് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്താണ് ദുഃഖിതനായിട്ട് സ്വന്തം ജീവിതത്തെ ദുഃഖത്തിന്റെ ആ ഒരു പീഡിതമായിട്ടുള്ള ഒരു ലോകത്തേക്ക് സ്വയം കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയല്ല, മറിച്ച് സമൂഹത്തിൽ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിലുള്ള ദുഃഖം എന്ന് മനസ്സിലാക്കുന്നതാണ് യശ്പാലിന്റെ ഈ ഒരു ഹംജോ പസീക ഹെ യെ കഹാനി ദുഃഖ് എന്ന് പറയുന്നത്. ഇവിടെ ദിലീപ് ഹേമ എന്ന് പറയുന്ന ആ 2 കഥാപാത്രങ്ങളുടെ ചെറിയ ചെറിയ थोड़ा सा क्या होता है, हम मिसअंडरस्टैंडिंग बोल सकते हैं ना, गलत फहमी ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പരമായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടുണ്ടായിരുന്ന ആ ഒരു ഉലझना है ना, സ്വയം എന്താണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉലझते जीते हैं. मगर हमारे जो दिलीप को समझ गया कि दिलीप को क्या समझ में आता, दिलीप को समझ में आया कि छोटे बच्चे और उनकी माँ से ആ ഒരു ചെറിയ കുട്ടിയും അമ്മയിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ये गरीब और अमीरी के जो बीच में हुए जो ख्याई जो त्रासदी होता है, इसमें जो क्या होता है, यही तो यथार्थ दुख है. हमारा दुख क्या दुख है, നമ്മുടെ ദുഃഖമാണോ എന്നൊരു ചോദ്യമാണ്. നമ്മുടെ ഒന്നും ഈ ലൈഫിൽ ഒരു ദുഃഖമല്ല, യഥാർത്ഥത്തിൽ ദുഃഖം പട്ടിണിയാണ്, ഗരീബിയാണ്. അതൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കഹാനി നമുക്ക് പുതിയൊരു നസറിയാസ് ദേഖ്നെ കെ ലിയെ മौका दिया है. നല്ലൊരു പുതിയൊരു കാഴ്ചപ്പാട് കൂടി ഈ ഒരു ദുഃഖത്തെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ചെറിയ ചെറിയ ദുഃഖങ്ങളല്ലേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ചുറ്റുപാടുണ്ടാകുന്ന ദുഃഖത്തിലൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ലൈഫിൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു കഹാനി തന്നെയാണ് യശ്പാലിന്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത്. കൺസെപ്റ്റ് റെഡിയല്ലടാ? ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ടെൻഷൻ അടിക്കേണ്ട, ഇതുവരെ ഒന്നും മനസ്സിലായില്ല പ്രശ്നമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആ കഹാനിയുടെ സമ്മറി നമ്മൾ പക്കയായിട്ട് ഇതിലൂടെ പഠിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ലൈവ് കഴിയുന്നതിലൂടെ ഈ ഒരു കാര്യം, ഈ ഒരു എല്ലാ ചാപ്റ്റേഴ്സിന്റെ സമ്മറി നമ്മൾ വളരെ പക്ക പഠിക്കുന്നതാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പെന്നും ബുക്കൊക്കെ കയ്യിലെടുത്ത് വെക്കാം, കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാത്തിനെയും നോട്ട് ചെയ്യാൻ ഇത് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, റെഡിയുള്ള ഈസി അല്ല? യെസ്. അടുത്ത നമ്മൾ നോക്കിയതാണ് അപരാധ് എന്ന കഹാനിയാണ്. അപരാധ് 2 സഹോദരങ്ങളുടെ ഇടയില അപരാധ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദയ് പ്രകാശിന്റെ UP ഉദയ് പ്രകാശിന്റെ ഒരു ആരാണ് കഹാനിയാണ്. കഹാനി വിദാ കോൺസാ ഹെ, ഹമേശ പൂछते हैं വിദാ കോൺസാ ഹെ, കിസ്നെ ലിഖാ ഹെ, കോൺസി വിദാ ഹെ. ഏതാണ് വിദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്ന കഹാനിയാണ്. ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഉദയ് പ്രകാശാണ്. ഉദയ് പ്രകാശിന്റെ കഹാനിയാണ് അപരാധ് എന്ന് പറയുന്നത്. ക്ലിയർ ആടാ? അവർ 2 സഹോദരങ്ങൾ തമ്മിലുള്ള ചെറിയൊരു അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഗലത് ഫെമിയിലൂടെ എന്താണ് അനിയൻ എന്നാണ് കുറച്ച് പൊസസീവായിട്ട് ചേട്ടൻ എന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആർക്ക് അനിയനൊരു തോന്നലുണ്ടായി. ആ തോന്നലിന് കാരണമായിട്ട് പിന്നീട് എന്ത് ചെയ്തു, അനിയൻ മാതാപിതാക്കളോട് കംപ്ലൈന്റ് ചെയ്യുന്നു, ചേട്ടൻ അടി വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തിട്ട് വലിയൊരു ആഘാതത്തിലേക്ക് അത് നയിക്കുകയും പിന്നെ ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തൊക്കെയാണ് നമ്മൾ അതിൽ കണ്ടിരുന്നത്. സോൾവ് ആയിട്ടുണ്ടോ? ഇല്ല അല്ലെ? കാരണം എന്താണ്, പിന്നെ ചേട്ടൻ അനിയന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വലുതായപ്പോൾ ഈ ഒരു കുറ്റം, ഈ ഒരു തെറ്റ് ഏറ്റുപറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് പാരൻസ് ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അവൻ്റെ ആ സമയത്തുണ്ടായിരുന്ന അച്ഛനും അമ്മയൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അവരൊക്കെ മരിച്ചു. ഇവരൊക്കെ വലുതായി. ചേട്ടൻ ഇത് ചിലപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. പക്ഷേ ആർക്ക്, നമ്മുടെ ആ ഒരു അനിയൻ ചെറുക്കൻ എന്തുണ്ട്, ഇതൊരു അപരാധം, തൻ്റെ മനസ്സിലൊരു അപരാധം ഉണ്ട്. പക്ഷേ ചേട്ടൻ ഒരു കത്ത് എഴുതാം, അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ സാധിക്കത്തില്ലേ? റെഡിയല്ല? ഈസിയല്ല? പിന്നെ പാരിഭാഷിക് ശബ്ദാവലിയാണ് 8 മാർക്കിന് യൂസ് ചെയ്യുന്ന ഈ ഒരു പാരിഭാഷിക് ശബ്ദാവലി
ഗീതാവലി എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. യെസ് ടീക്കെ, അത് 8 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാം. പിന്നെ കവിതയാണ് കഹ്നാ നെയ് ആത്ത, പറയാൻ അറിയത്തില്ല എന്ന് പറയുന്ന പവൻ കരണിന്റെ ഇന്നത്തെ കാലത്തും റെലവെന്റ് ആയിട്ടുള്ള കണ്ടംപററി ആയിട്ടും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് കഹ്നാ നെയ് ആത്ത എന്ന് പറയുന്നത്. പറയാൻ അറിയത്തില്ല, ആർക്ക് പറയാൻ അറിയത്തില്ല? ആർക്ക്? എല്ലാവർക്കും പറയാൻ അറിയാം. പക്ഷേ ചില ആൾക്കാരെ പറയാൻ വിടത്തില്ല എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അവർക്ക് പറയാൻ അറിയാം, അവർക്കെല്ലാം അറിയാം, അവർക്ക് തുറന്ന് പറയാൻ അറിയാം, സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുറന്നടിച്ച് സംസാരിക്കാൻ അവർക്കറിയാം. പക്ഷേ ചിലർ എന്ത് ചെയ്യുന്നില്ല? ഇവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഈ ഒരു സമൂഹത്തിൽ എന്താണ് ഇല്ലവനും ഇല്ലാത്തവൻ എന്ന രീതിയിൽ അടിച്ചമർത്തപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൽഗാവ് है ना, अजनबीपन अलगाव किए गए उन लोगों के बारे में कवि पवन करण यहाँ बताते हैं. उनको कहना आता है मगर उनको कहना, वो जो अमीर लोग है ना, नहीं तो शक्तिशाली वर्ग बोलते हैं इन लोगों से तुम पहला कहना सीख कर आओ, तुम जो पहला कहना सीख कर आओ, फिर हमसे बात करो, फिर हमसे बोलो. कौन बोलता है? जो शक्तिशाली वर्ग बोलता है. ശക്തിശാലി ആയിട്ടുള്ള ആൾക്കാർ പറയാണ്, നിങ്ങൾ ആദ്യം പറയാൻ പഠിക്കൂ, എന്നിട്ട് നമ്മളോട് വന്ന് പറയൂ എന്ന് പറയുന്ന ആ ഒരു വർഗത്തിനെതിരെയാണ്. കാരണം അവർക്ക് പറയാനറിയാം, ഉनको जो कहना आता है मगर उनको क्या मौका नहीं मिल रहा है, they don't getting the opportunity to speak എന്നൊരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ बोलते हैं हम तो बोलेंगे ही, हम we can speak. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പവൻ കരൺ എന്ത് പറയുന്നത്, കഹ്നാ നഹി ആത്ത എന്ന കവിതയിലൂടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും 4 ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കാണ്. എല്ലാത്തിൻ്റെയും സമ്മറി ഏകദേശം കിട്ടിയില്ലടാ, സമ്മറി വളരെ സൂപ്പർ ആയിട്ട് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇട്ടിടാ, എല്ലാവരും കമന്റിൽ ഒന്ന് ഫയർ ഇട്ടേ, कमेंट बॉक्स में पूरा फायर से उड़ा दो, जस्ट लाइक करो, इस लाइक को, ठीक है बच्चों, क्लियर.